അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാവിഷ്ണുവിൻ്റെ, അതായത് ദൈവിക സാങ്കല്പിക കഥാപാത്രമായ, ഹൈന്ദവ മതത്തിലെ സാങ്കല്പിക ഒരു കഥാപാത്രമായ മഹാവിഷ്ണുവിൻ്റെ 11 അവതാരങ്ങളിൽ ഒന്നാണ് അള്ളാഹു എന്നും ആ 11 അവതാരങ്ങളിൽപ്പെട്ട ഒരവതാരത്തെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നും ആണ് ആര് പറയുന്നത്? വിസ്ഡം ജിന്ന വിഭാഗം നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് കൃത്യമായി പരിശോധിക്കാം. എന്താണ് ആ വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു വെച്ചത്? മുജാഹിദ് ബാലുശ്ശേരി പരിചയപ്പെടുത്തുന്ന മുദബ്ബിറുൽ ആലം, അല്ലെങ്കിൽ അള്ളാഹ് പടച്ചവൻ ആരാണ് നമുക്ക് പഠിപ്പിക്കാം. സഹോദരങ്ങൾ, ഇതിൽ മുജാഹിദ് ബാലുശ്ശേരി പരിചയപ്പെടുത്തുന്നത് ആരാണ്? നമ്മുടെ പടച്ചവൻ, പ്രപഞ്ചത്തിൻ്റെ നാഥൻ, വിരാട പുരുഷൻ എന്നാണ് മൂപ്പര് പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട 99 നാമങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന, ഏറ്റവും മനോഹരമായ 99 നാമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെറും പഠിപ്പിക്കൽ മാത്രമല്ല, കൃത്യവും യുക്തിഭദ്രവും വ്യക്തവുമായ സംഗതികളാണ്. അതിനു പുറമെ ഖുർആനിലോ സുന്നത്തിലോ ഇസ്ലാമിക പാരമ്പര്യത്തിന് പരിചയമില്ലാത്ത ചില പദങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കി തനിച്ച ഷിർക്ക്, ഇത് ഷിർക്ക് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് കൃത്യമായി പറയുന്നത് നമ്മൾ മാത്രമല്ല പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മാത്രം പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി പറയുന്ന ആളുകൾ പറയാം. ഇത്തരം പദങ്ങൾ, വിരാട പുരുഷൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ 11 ഭാവങ്ങളിലുള്ള മുഖങ്ങൾ, അഥവാ എന്താണ്? കൃഷ്ണാവതാരം കൈക്കൊണ്ട വിഷ്ണുവിൻ്റെ സാർവലൗകിക രൂപമാണ് വിശ്വരൂപം, അഥവാ വിരാട വിഷ്ണു സ്വരൂപം. അപ്പോൾ ഇത്തരം പദങ്ങൾ എടുത്തിട്ട് ഇനിയുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. അപ്പോൾ ഇതാണ് മൂപ്പരെ പരിപാടി. മൂപ്പര് പരിചയപ്പെടുന്ന പടച്ചവനാരാണ്? മഹാവിഷ്ണുവിൻ്റെ 11 അവതാരങ്ങളിൽ ഒന്ന്. ഇത്തരം നാമങ്ങൾ നമ്മൾ പറയാൻ പാടുണ്ടോ? ഇങ്ങനത്തെ പടച്ചവനാണോ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്? മുദബ്ബിറുൽ ആലമാണ് എന്ന് വിളിപ്പിക്കുന്നത്? ഒരു പേരും നമുക്ക് കൂട്ടാൻ പറ്റൂല. അള്ളാന്റെ പേരുകൾ കൃത്യമായി അള്ളാഹ് തന്നെ വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമിലൂടെ സുന്നത്തിലൂടെയോ പഠിപ്പിച്ചതാണ്. അല്ലാത്തൊരു നാമം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റൂല. ആമച്ച് പറഞ്ഞു കേട്ടല്ലോ, യുൽഹിദൂൻ എന്ന് പറഞ്ഞാൽ, ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കില്ലാത്ത ഒരു പേര്, സൃഷ്ടികളുടെ വകയായിട്ടുള്ളൊരു പേര് അള്ളാഹുവിലേക്ക് ചേർത്താൽ അത് ശിർക്കാണ്. അപ്പോൾ ഇത് നമ്മൾ മാത്രം പറയുന്ന ഒരു സംഗതിയല്ല. ഇവിടെ മുദബ്ബിറുൽ ആലം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആരാണെന്നാണ് പറയുന്നത്? മഹാവിഷ്ണുവിൻ്റെ 11 അവതാരങ്ങളിൽ ഒന്നായ വിരാട പുരുഷൻ. അപ്പോൾ അത്തരം പദപ്രയോഗങ്ങൾ തനിച്ച ശിർക്കാണ് എന്ന് ആരാ പറയുന്നത്? സലഫി ലോകത്തെ ഇജാസത്തുള്ള പണ്ഡിതനാണ് എന്ന് ഇവർ തന്നെ വാഴ്ത്തി പറയുന്ന ഇവരുടെ വലിയ ഷെയ്ഖ്, നേരത്തെ ജിന്നി വിഭാഗം നേതാവായിരുന്ന, പിന്നീട് ഷർത്ത് പോരാ ഫർദ് പോരാ എന്ന് പറഞ്ഞിട്ട് സംഘടന വേണ്ട എന്ന് പറഞ്ഞു പോയ സുബൈർ മങ്കട ടീം, അവരും കൂടി വ്യക്തമായി പറയുന്നു. ഇതുവരെ യാതൊരു മറുപടി വിഷയത്തിൽ ഇവർക്ക് പറയാൻ സാധിച്ചിട്ടുമില്ല. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം വിഷയം കാണുക. മുജാഹിദ് ബാലുശ്ശേരി എന്ന വിസ്ഡം ജിന്നി വിഭാഗം നേതാവ് എന്താണ് പഠിപ്പിക്കുന്നത്? മഹാവിഷ്ണുവിൻ്റെ 11 അവതാരങ്ങളിൽ ഒന്നാണ് ആര്? പ്രപഞ്ചത്തിൻ്റെ നാഥനെന്നും അവനെയാണ് ആരാധിക്കേണ്ടത് എന്നും. നഅൂദുബില്ലാ. വിരാട പുരുഷൻ എന്ന പദം അതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. പടച്ചവൻ്റെ പേരുകൾ എത്രയോ നല്ല നാമങ്ങളുണ്ട്, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഫലമാണ് ഇങ്ങനത്തെ വളരെ അധപ്പതിച്ച രൂപത്തിൽ ഇവരുടെ ആളുകൾ തന്നെ, ഇജാസത്തുണ്ട് എന്ന് പറഞ്ഞ ഇവരെ ആളുകൾ തന്നെ വ്യക്തമായി എതിർക്കാൻ തുടങ്ങിയത്. സത്യമായി മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. അഥവാ അല്ലാഹുവേ, ദൈവമേ, ഈശ്വര, യഹോവ, ഉടയതമ്പുരാൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്ന ആ ശക്തിസിദ്ധി ഉണ്ടല്ലോ, ആ ശക്തിസിദ്ധി അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. അതൊരു പഞ്ചായത്തിന്റെ ദൈവത്തെ കുറിച്ചല്ല, ഒരു ഗ്രാമത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു ജനപദത്തിന്റെയോ ഒരു ഭാഷാ സംസ്കാരത്തിന്റെയോ ദൈവത്തെ പറയുന്ന വാക്കല്ല. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം ഈ വിശ്വമഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഹിരണ്യഗർഭ
എന്നെ നീ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ. അല്ലെ, ഈ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. അപ്പൊ നമ്മളൊക്കെ അസത്യത്തിലാണോ പരിശോധിക്കണം. ഈ മുദബ്ബിറുൽ ആലമും ഇസ്തിഗാസയുടെ കാമ്പാണ്. മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ വരുമ്പോ അയാൾക്ക് കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇസ്തിഗാസ ചെയ്യാ? ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖുർആനിൽ ഇല്ലാത്ത ഒരു പച്ചക്കളമാണ് അമാനി മൗലവി അയാളുടെ ഖുർആൻ പരിഭാഷ എന്ന പേരിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ ദേവീ ദേവന്മാരെ, പിശാചുക്കളെ, ഭൂതങ്ങളെ, മരണമടഞ്ഞു പോയവരെ, ഇവരോട് സഹായാർത്ഥന നടത്തുന്നതിനാണ് എന്ത് പറയുക, സിഹ്ർ എന്ന് പറയുക. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ പച്ചക്കളവ് ഖുർആന്റെ പേരിൽ പറഞ്ഞത്? ഇവർക്ക് ദേവീ ദേവന്മാരെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനോട് സീതി ഹാജി പ്രാർത്ഥിക്കാൻ വേണ്ടി കരുണാകരനെ ഏൽപ്പിച്ചത്. അമ്പലത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പോകുന്നത് കോമരത്തിന് കള്ളും കോഴിയും സമർപ്പിച്ചത് ആര്? വിഷ്ടം ചിന്നൂരികൾ കോഴിയെ കോമരത്തിന് ബലിയർത്തത്. അതുപോലെ കാടാമ്പ ക്ഷേത്രത്തിൽ KNM വരിസംഖ്യ കൊടുക്കുന്നത്. മങ്കട അബ്ദുൽ അസീസ് മൗലവി തേങ്ങ പൂജിക്കാൻ വേണ്ടി അമ്പലത്തിൽ കൊടുത്തത്. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അവർക്ക് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പച്ചക്കളവ് ഖുർആന്റെ പേരിൽ അമാനി മൗലവി വെച്ച് കെട്ടിയതും 2013 വരെ അംഗീകരിക്കാതിരുന്ന വഹാബികൾ അത് പിന്നീട് ഏറ്റെടുത്തതും. 2013 വരെ നമ്മളിത് പ്രത്യക്ഷത്തിൽ കേട്ടിട്ടില്ലായിരുന്നു. പ്രത്യക്ഷത്തിൽ അവർ 2013 ശേഷമാണ് ഈ വാദം കൊണ്ടുവന്നത്. അപ്പൊ ദേവീ ദേവന്മാരെ പൂജിക്കണമെങ്കിൽ, അപ്പൊ അവര് ഈ ദേവീ ദേവന്മാരോട് സഹായാർത്ഥന നടത്തണമെങ്കിൽ, അവര് മരണമടഞ്ഞവരോട് സഹായാർത്ഥന നടത്തണമെങ്കിൽ, അവര് ഭൂതങ്ങളോട് സഹായാർത്ഥന നടത്തണമെങ്കിൽ ആ ദേവീ ദേവൻ ആരായിരിക്കണം? മുദബ്ബിറുൽ ആലമായിരിക്കണം. ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളായിരിക്കണം ദേവീ ദേവന്മാർ. ഭൂതങ്ങൾ, മരണമടഞ്ഞവർ, അത് ചത്തുപോയ കണാറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വഹാബി മൗലവിമാരായിരിക്കാം. അപ്പൊ ഈ ചത്തുപോയ കണാറിനാവട്ടെ, നാരായണനാവട്ടെ, അല്ലെങ്കിൽ വഹാബി മൗലവിമാരാവട്ടെ, അവരൊക്കെ ലോകം നിയന്ത്രിക്കുന്നവരാവണം. എന്നാൽ മാത്രമേ അവരോട് സഹായാർത്ഥന നടത്താൻ പറ്റൂ, എന്നാൽ മാത്രമേ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അനസ് മൗലവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വഹാബികൾ വിശ്വസിക്കുന്നത് ദേവീ ദേവന്മാരും അതുപോലെ ചത്തുപോയ കണാറിനും ഭൂതങ്ങളും പിശാചുമൊക്കെ മുദബ്ബിറുൽ ആലമാണ്. ലോകം 18,000 നിയന്ത്രിക്കുന്നവരാണ് ദേവീ ദേവന്മാർ. അതുകൊണ്ടാണ് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞിട്ടുള്ളത്, വഹാബികളിൽ കുറേയധികം ആളുകൾ പിശാചിന് അള്ളാനെ പോലെ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വഹാബി നിങ്ങൾ വ്യക്തമായി ചിന്തിക്കുക, മനസ്സിലാക്കുക. അറിയാതെ അതിൽ പെട്ടുപോയവർ സത്യത്തിലേക്ക് തിരിച്ചു വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.